റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കർദിനാൾമാരുടെ കോൺക്ലേവാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ബാൽക്കണിയിലെത്തിയാണ് പുതിയ മാർപ്പാപ്പയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലിയോ 14 എന്ന പേരിലായിരിക്കും നിയുക്ത മാർപ്പാപ്പ സ്വീകരിക്കുക. അമേരിക്കയിലെ ചിക്കാഗോ സ്വദേശിയായ റോബർട്ട് പ്രെവോസ്റ്റ് കാത്തോലിക് സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി അമേരിക്കയിൽ നിന്നുമുള്ള മാർപ്പാപ്പയാണ്. 30 വർഷത്തോളം ഒരു മിഷനറിയായി പ്രവർത്തിച്ച ഇദ്ദേഹം പെറുവിൽ പിന്നീട് ആർച്ച് ബിഷപ്പായി പ്രവർത്തിച്ചു വന്നിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാത പിന്തുടരുന്ന ഒരു പരിഷ്കർത്താവ് എന്ന നിലയിലാണ് ഇദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നത്. 2014 പെറുവിലെ ചിക്ലായോ രൂപതയെ നയിക്കാനായി കർദിനാൾ പ്രെവോസ്റ്റിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയോഗിച്ചിരുന്നത്. 2015 ഇദ്ദേഹം പെറുവിൽ പൗരത്വം നേടി. 2023 ഫ്രാൻസിസ് മാർപ്പാപ്പ ഇദ്ദേഹത്തെ വത്തിക്കാനിൽ തിരികെ കൊണ്ടുവന്നു. ബിഷപ്പുമാരുടെ ഡിക്കാസ്റ്ററിയുടെ തലവനായിട്ടാണ് ഇദ്ദേഹത്തെ നിയമിക്കപ്പെട്ടിരുന്നത്. ലോകമെമ്പാടുമുള്ള ബിഷപ്പുമാരുടെ നാമനിർദ്ദേശങ്ങൾ പരിശോധിക്കുന്ന സമിതിയുടെ തലവനെന്നായിരുന്ന പദവി ഇദ്ദേഹത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു നൽകിയിരുന്നത്. കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഏതെല്ലാം ബിഷപ്പ് നാമനിർദ്ദേശങ്ങൾ പോപ്പിന് കൈമാറണമെന്ന് തീരുമാനിക്കുന്ന വോട്ടിംഗ് ബ്ലോക്കിലേക്ക് 3 സ്ത്രീകളെ ചേർക്കുന്ന പരിഷ്കാരത്തിലേക്ക് മാർപ്പാപ്പയ്ക്കൊപ്പം ഇദ്ദേഹവും നിന്നിരുന്നു. ഇദ്ദേഹം ലാറ്റിൻ അമേരിക്കയുടെ പോണ്ടിഫിക്കൽ കമ്മീഷന്റെ പ്രസിഡന്റായിരുന്നു. ഇന്ന് പുതിയ മാർപ്പാപ്പയെ കർദിനാൾമാരുടെ കോൺക്ലേവ് തിരഞ്ഞെടുക്കുന്നതിന്റെ സൂചനയായി സിസ്റ്റീൻ ചാപ്പലിൽ വെളുത്ത പുക ഉയർന്നിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 133 കർദിനാൾമാർ ചേർന്ന് വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏപ്രിൽ 21 ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചതിനെ തുടർന്നാണ് കാത്തോലിക് സഭ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയകൾ ആരംഭിച്ചിരിക്കുന്നത്.